ഇപ്പോഴും ആ കുടുംബം മൂസനക്കൊപ്പം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും 1.5 വർഷത്തിലധികം എടുത്ത നിയമ പോരാട്ടമാണ് അതിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട നടപടിയെടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്താണ് ആ കുടുംബം ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് മൂസന? അനീഷ, കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് വളരെ സന്തോഷവും ആശ്വാസവുമാണ്. കാരണം 1 വർഷത്തിലേറെയായി നടത്തിയ നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം DGP ഈ വിഷയത്തിൽ ഏറ്റവും പെട്ടെന്ന് ഇയാൾക്കെതിരെ, ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അരൂർ CA ആണ്. എന്താണെങ്കിലും വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിവരം പറഞ്ഞത് തൊട്ട് അവർ വളരെ അധികം സന്തോഷത്തിലാണ്. കാരണം അവരുടെ കുടുംബത്തിനിടയിലും സമൂഹത്തിനിടയിലും തന്നെ അവരെ തെറ്റുകാരായി ചിത്രീകരിക്കുകയും, അതായത് ഇവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവർ വലിച്ചെറിഞ്ഞു, ഇത് ചോദ്യം ചെയ്യുകയും ഇക്കാരണത്താൽ ആണ് ഒരു തർക്കമുണ്ടാവുകയും പിന്നീട് പോലീസിനെ ഇവർ മർദ്ദിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചാർത്തി ഈ യുവതിയുടെ ഭർത്താവിനെ 5 ദിവസത്തോളം കസ്റ്റഡിയിൽ വെക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതല്ല സത്യമെന്ന് ഒരുപാട് തവണ അത് തെളിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഇവർക്കെതിരായാണ് FIR ഇടുകയും മറ്റ് നടപടികളിലൊക്കെ തന്നെ കടക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഇവർ പോലീസിനെതിരായി ഇവരുടെ വാദം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. സ്വാഭാവികമായും പല ഇടങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി നൽകി. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. ഇതിനുശേഷമെല്ലാം തന്നെ വീണ്ടും ഒരു മെല്ലപ്പോക്ക് ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരത്തിൽ അന്ന് എന്താണ് അവിടെ ഉണ്ടായതെന്നറിയാൻ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം, ആ ദൃശ്യങ്ങൾ തങ്ങൾക്ക് കൈമാറണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. പിന്നീട് എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ അവർക്ക് ആ ദൃശ്യങ്ങൾ ലഭിക്കുമ്പോൾ വളരെ സത്യസന്ധമായാണ് അവർ കാര്യങ്ങൾ പറഞ്ഞതെന്ന് കോടതിക്കുൾപ്പെടെ ബോധ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുമധ്യത്തിൽ ആ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഇവർ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. അതായത് നിയമം സംവിധാനം കൃത്യമായി നല്ല നിലയിൽ നടപ്പിലാക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ മോശപ്പെട്ടൊരു അനുഭവമാണ് ഈ യുവതിക്കും. അതിവർ ഗർഭിണിയായിരുന്നു. മാത്രമല്ല അന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾക്ക് 7 മാസം മാത്രമാണ്, ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു പ്രായം. ആ കുട്ടികളും ആയാണ് ഈ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത് അറിഞ്ഞ് ഈ യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. മറ്റാരും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കുറച്ച് സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ പോലീസ് മഫ്റ്റിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നാണ് ഈ യുവതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം തീർത്തും ഒറ്റപ്പെട്ടൊരു അവസ്ഥയായിരുന്നു. അതായത് ഇവർ തൃശ്ശൂർ സ്വദേശികളാണ്. എറണാകുളത്ത് ഒരു ടൂറിസ്റ്റ് ഹോം നടത്തുകയാണ്. ഇവിടെ അടുത്ത് വെച്ച് ഒരു 2 യുവാക്കളെ മഫ്റ്റിയിലുള്ള പോലീസ് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ബെഞ്ചോ എന്ന ഇദ്ദേഹം ഫോണിൽ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇത് കണ്ട ഉടനെ തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തെ കാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇതറിഞ്ഞാണ് ഭാര്യ ഷൈമോൾ ഇത്തരത്തിൽ ഭർത്താവിനെ തേടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പിന്നീട് ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടതോടുകൂടിയാണ് ഷൈമി വളരെ വൈകാര്യമായി അവിടെ ഇടപെടുന്നത്. ഇതിൽ ആരാണ് പോലീസുകാരെന്ന് പോലും ഷൈമിക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അവിടെയുള്ള ഭൂരിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും മഫ്റ്റിയിലായിരുന്നു. സ്വാഭാവികമായും അവിടെ ഒരു ഉന്തും തള്ളമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ചെറിയ രീതിയിലൊരു ഉന്തുണ്ടായപ്പോൾ തന്നെ ഈ സ്ത്രീയെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയാണ് പ്രതാപചന്ദ്രൻ. പിന്നീട് കാരണത്തടിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു ദൃശ്യം തന്നെയാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് പോലീസ് FIR ഇടുകയും ഇവർക്കെതിരെ കേസ് ചാർത്തുകയും ഒക്കെ ചെയ്തത്. എന്താണെങ്കിലും 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സത്യസന്ധമായ ആ CCTV ദൃശ്യം പുറത്തു വരികയും ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ടതെല്ലാം തെറ്റാണ്. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്ന പ്രതാപചന്ദ്രനാണ് യുവതിയെ മർദ്ദിച്ചത്. ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. അതിൽ അടിയന്തര നടപടിയെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിവരങ്ങൾ നൽകിയത് സിജോ വിജോണും ഒപ്പം മൂസദാസുവുമാണ്.